ആയുഷ് വകുപ്പിലെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ നിയമനം റദ്ദാക്കിയതിനെ ന്യായീകരിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമനം റദ്ദാക്കിയതിന് ഒരു കാരണവുമില്ലെന്ന് മന്ത്രി. ഒരാളെ വയ്ക്കുമ്പോൾ അവർക്ക് അസൗകര്യമുണ്ടാകും. ഇത് സാധാരണ നടക്കുന്നതാണ്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നതെന്നും ആരോഗ്യമന്ത്രി. ഒരു കാരണവുമില്ല. അതൊക്കെ ചില ആളുകളെ വെക്കുന്ന സമയത്ത് അവർക്ക് ചില അസൗകര്യങ്ങൾ വരും. നമ്മൾ സീനിയോറിറ്റിയൊക്കെ നോക്കിയിട്ടാണ് വെക്കാറ്. ചിലപ്പോൾ അവർക്ക് അസൗകര്യം വരും. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. ഇതിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. എല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. സൈൻസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സൈൻസ, ഈ ആരോഗ്യമന്ത്രിയുടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഒരു വിഭാഗം ഡോക്ടർമാർക്കടക്കം കടുത്ത എതിർപ്പും അമർഷവും ഒക്കെയുണ്ട്. ഇതിലിപ്പോൾ എന്താണ് മന്ത്രി നൽകുന്നൊരു വിശദീകരണം ഈ നിയമനം റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങളിൽ? ഹോമിയോപ്പതി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ നിയമന ഉത്തരവിലാണ് ഇപ്പോൾ ദുരൂഹത ഉയരുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ജൂൺ 26-നായിരുന്നു ഡോക്ടർ ആർ രജികുമാറിനെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറായി നിയമിച്ചത്. അതിനുശേഷം 30-ന് മറ്റൊരു നിയമന ഉത്തരവ് ഇറങ്ങുന്നു. അതിൽ ഡോക്ടർ അനിൽ SK സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു. ഇതോടുകൂടിയാണ് ഈ ഡോക്ടർ ആർ രജികുമാറിന്റെ നിയമിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തു റദ്ദാക്കി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പക്ഷേ ഈ രജികുമാറിന് അദ്ദേഹത്തിന് നിയമപരമായി ചട്ടപരമായിട്ട് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇതിൽ ഒരു വിഭാഗം ഡോക്ടർമാർക്ക് അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നത്. ഒരാളെ വയ്ക്കുമ്പോൾ അവർക്ക് അസൗകര്യം ഉണ്ടാകും. ഇത് സാധാരണ നടക്കുന്നതാണ്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് എന്നതടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. പക്ഷേ ഇത്തരമൊരു നിയമനം ജൂൺ 26-ന് നിയമിക്കുന്നു, 30-ന് ആ നിയമനം റദ്ദാക്കിക്കൊണ്ട് മറ്റൊരാളെ നിയമിച്ച് ഉത്തരവിറക്കുന്നു. എന്നാൽ ഈ ഡോക്ടർ രജികുമാറിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നിയമപരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ലഭിക്കാത്ത ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ അസൗകര്യം അറിയിച്ചത്, അല്ലെങ്കിൽ ഒരു നിയമന ഉത്തരവ് ഇറക്കുമ്പോൾ എന്തുകൊണ്ട് അയാളെ മാറ്റി എന്നതിൽ ഒരു വ്യക്തത വരുത്താത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ആദ്യം ഈ രജികുമാറിനെ നിയമിക്കുന്ന സമയത്ത് ആ ഉത്തരവിൽ മുൻപ് ആ തസ്തികയിൽ തുറന്ന ആളുടെ കാലാവധി കഴിഞ്ഞത് കൊണ്ടാണ് നിയമനം എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ട് ഇയാളെ മാറ്റിയ റദ്ദാക്കി ഈ ഉത്തരവ് റദ്ദാക്കിയ അല്ലെങ്കിൽ പുതിയ നിയമനം നടത്തിയ ഉത്തരവിൽ എന്തുകൊണ്ട് ആ മാറ്റിയ ആ ഒരു നടപടിക്ക് വ്യക്തത വരുത്തിയില്ല എന്നതാണ് ഇനിയുള്ള ചോദ്യം. എന്തായാലും ഇത്തരം നിയമനങ്ങളിലും നിയമന മാറ്റങ്ങളിലും ദുരൂഹത തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ആരോഗ്യ വകുപ്പിൽ. അരുണ്യ.